ആ എടാ ഹോസ്പിറ്റലിൽ തന്നെ. ഇന്നലെ രാത്രി പെങ്കൊച്ച. കുഴപ്പമില്ല. ഞാനേ വിളിച്ച് വേറൊന്നുമില്ല. ഒരു 5 രൂപ എടുക്കണ്ടാവോ കയ്യിൽ? ATM അയച്ചാൽ മതി. എന്താ പറയുമ്പോ എനിക്ക് ഇന്ന് 500 റുപ്യ എടുക്കാൻ വേണ്ടിയിട്ടാണ്. 495 റുപ്യ കയ്യിലുള്ളത്. ആകെ 5 റുപ്യ അയക്കാൻ പറ്റുമോ? മതി, ആയിക്കോട്ടെ. ശരി, താങ്ക് യുടാ. താങ്ക് യു. കുഴപ്പമില്ല, താങ്ക് യുടാ. ശരി, ഈ ചില സമയത്ത് ഈ 5 റുപ്യ കഴിഞ്ഞോ? എപ്പോ? ഇന്നലെ രാത്രി. പെങ്കൊച്ച സുഖമായിരുന്നോ? എന്ത് സുഖം, കൊതുകടി കൊണ്ടിട്ട് മനുഷ്യന്റെ എപ്പോഴാണ്. ഏടാ അതല്ല, സുഖപ്രസവമായിരുന്നു. അതല്ല സിസറി ആണോ? അത് ശരി. എന്തായാലും പെങ്കൊച്ചാണല്ലോ, ചെലവ് വൈകുന്നേരം കാണും കേട്ടോ. പെൺകുട്ടിയാണ്, അറിയാം. കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വേണം. ആവശ്യത്തിനുണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു. പിന്നെന്തിനാ ചോദിച്ചേ? 5 രൂപ ചോദിച്ചിട്ട് 500 രൂപ എടുക്കാനല്ലേ? അതൊക്കെ അയച്ചുതരാനുള്ള ആൾക്കാർ ബന്ധങ്ങളും നമുക്കുണ്ട്. തെണ്ടി ജീവിച്ചിട്ട് എന്ത് കാര്യം? തെണ്ടാതെ ജീവിച്ചിട്ടോ? പെങ്കൊച്ച കാക്കയ്ക്കും കഴിയുന്നും കൊണ്ട് കൊടുക്കാതെ നോക്കണം. എൻ്റെ കൊച്ചിനെ അങ്ങനെ ഒരുത്തരം കൊണ്ടുപോകില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഞാനും ഇരുന്നത്, എന്നിട്ടിപ്പോൾ കൊണ്ടുപോയില്ലേ? എൻ്റെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ. ഉവ്വ, ആരെങ്കിലും 5 രൂപ അയച്ചു തന്നാൽ അക്കൗണ്ടിൽ നിന്ന് 500 രൂപ എടുക്കാൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റുകയല്ലോ. എൻ്റെ കുഞ്ഞിനെ ഞാനും നോക്കും. കണ്ടാൽ മതി. ഏതായാലും എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചേക്കുക. കാരണം ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ, പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. കേട്ടല്ലോ? അത് കുഴപ്പമില്ല, അച്ഛനും വന്നല്ലോ, അതിൻ്റെ സമാധാനമാണ്. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് അമ്മയായിട്ട് വരാം. അമ്മയായിട്ട് വരണം. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചാ. അതിനുശേഷം പിന്നെ എനിക്ക് അച്ഛൻ്റെ സ്നേഹമൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അമ്മമാരുള്ളത് അറിയാമല്ലോ കഥ. അപ്പോൾ ഞാൻ അവളോട് പറയും അച്ഛനെ ഒന്ന് പോയി കാണാം. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറയും അച്ഛൻ അങ്ങനെ ഒരാളുടെ മുന്നിൽ താന്ന് നിൽക്കൂല. ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാട്ടോ. അത് അത്യാവശ്യം ഗുരുത്വമുള്ള പിള്ളേർക്ക് അങ്ങനെ തോന്നൂലടാ. എനിക്ക് അത് ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, സംസാരിക്കാനേ ഒരു ഞാൻ അങ്ങനെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്തായിരിക്കും വിചാരിക്കുക എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ. എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാനത് ഇപ്പം മാറിയിരിക്കും. കുഴപ്പമില്ല. എനിക്ക് സത്യം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നേ എന്തോ ഒരു ഭാരം എടുത്ത് കളഞ്ഞ പോലെ. സത്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആവട്ടെ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ വേറെ ഒന്നും വിചാരിക്കരുത്. എന്തെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കാല് പിടിക്കൊന്നും വേണ്ട. അതല്ല, കാലേ വരെ നിലത്ത് അടിക്കാണ്ടിരുന്നാൽ മതി. എന്നാലും ഒരു കാര്യത്തിന് എനിക്ക് സമാധാനമുണ്ട്, നീ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളല്ലല്ലോ. ഇല്ല. അതെന്താ അറിയാമോ, എൻ്റെ അച്ഛൻ ശരിക്കും അടിക്കുമായിരുന്നു. അത് കണ്ടാ ഞാൻ വളർന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു അച്ഛനും കഴിക്കില്ല. അപ്പം അപ്പം എനിക്കൊരു വാശിയും കൂടിയായി. ആണോ? ആയിക്കോട്ടെ, ഞാൻ എന്നാല് അച്ഛൻ വിളിക്കണേ. വിളിക്കാം. പറയണ്ട മോനെ, ആ പെരട്ട് കിളം വന്നിട്ടായിരുന്നു അവളെ തന്ത. ഇത്രയും ദിവസം ഒരു ബന്ധമില്ലായിരുന്നു. ഇപ്പൊ കൊച്ചുണ്ടായിന്ന് പറഞ്ഞപ്പേ നേരെ ബന്ധം കൂടെ വന്നിക്കുക. ആറി വെള്ളം മല്ലിട്ടിട്ട് ഉള്ളു മൊത്തം കറപ്പും. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒരു എണ്ണം അടിക്കാൻ വേണ്ടി കയറിയത്. ആളെ പറഞ്ഞു വിടാൻ പറ്റ പാടുണ്ടല്ലോ. ദൈവമേ. ചേട്ടാ ഒരു 1.5. $2.5. അങ്ങനെ പറഞ്ഞല്ല. മനസ്സിലായി. ഇത് മ്യൂസിക് ആണോ അതോ ബംഗ്ലാവോ? കണക്കഞ്ഞടവേ.
അതിനകത്തോടെ നമുക്ക് ആന്റി പിസ. ആ ഒരു കാര്യം ചെയ്യാം. കയറിയ പെടുവോ നമ്മള്? കേറുന്നു, പണി നടത്തുന്നു, മുങ്ങുന്നു. ഓക്കെ, ആരാ അവിടെ താമസം? അറിയത്തില്ലേ? നമ്മളെന്ന് വന്നേക്കുന്ന ഭയങ്കര ഗംഭീരമായ ഒരു സ്ഥലത്താണ്. എവിടെയാ? ഇന്നത്തെ നമ്മുടെ ഓപ്പറേഷൻ ആ CID നസീറിന്റെ ബംഗ്ലാവിലാണ്. ആ ഇവിടുന്ന് നമ്മള് സാധനങ്ങൾ അടിച്ചു മാറ്റുന്നു, നമ്മൾ ടോപ്പ് ആവുന്നു, വൈറലാവുന്നു. ഓക്കെ ഓക്കെ എന്നാ ബാ. ഇതിന്റെ ഉള്ളിൽ നിന്ന് മാക്സിമം അടിച്ചു മാറ്റാനുള്ള അടിച്ചു മാറ്റണം. ആകെ ഒരാളുടെ താമസമുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, റിസ്ക് ഇല്ല. ഓക്കെ. എനിക്കറിയാമോ ഈ പുള്ളിക്ക് ഉറക്കമില്ലേ? ദേ ഇറങ്ങി വരുന്നു. എവിടേക്ക് പോയി വിളിക്കാം? എവിടെ വിളിച്ചാൽ മിണ്ടായിരുന്നു. ശബ്ദം ഉണ്ടാക്കരുത്. ആരാടാ ഈ സമയത്ത് കൊടുമ്പിൽ അടിച്ചത്? പറഞ്ഞു കേട്ടാത്തോന്ന് എനിക്കറിയാവുന്നു. ഇത് നിങ്ങൾക്കൊന്നും ഉറക്കമില്ല. ചിരിക്കല്ലട പട്ടി. ഉത്സവപ്പറമ്പിലേ ഈ മരത്തിന് ലൈറ്റ് അടിക്കൂലേ, അതേമാതിരി ഇല്ലേ? ആരാ മനസ്സിലായില്ല? എന്റെ പേര് ദാസ് എന്നാണ്. ശങ്കരപ്പണിക്കർ പറഞ്ഞിട്ട് വന്നതാണ്. ഇവന് ഈ സമയത്ത് എന്ത്? ആ ശങ്കരപ്പണിക്കർ ആദ്യം തല്ലണം. സാറിനെ അന്വേഷിച്ച് ഇന്ന് 3 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു, കാണാൻ പറ്റിയില്ല. ഇന്ന് തന്നെ കണ്ട് വിവരമറിയാൻ ഉള്ള ആഗ്രഹത്താലാണ് ഈ അർദ്ധരാത്രി വന്നത്. ആലോചിച്ചു 3 തവണ വന്നിട്ട് കാണാനിട്ട് പിന്നെ രാത്രി 12 മണിക്ക് വന്നു. ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. ഓ സാരമില്ല, പറയൂ വിശേഷം. എനിക്ക് ഒരു ജോലി വേണം. ആദ്യ രാത്രി 12 മണിക്കാണ് ജോലി അന്വേഷിച്ചു വരുന്നത്. എന്ത് കിഴങ്ങനാണാവൂ? മിസ്റ്റർ ശങ്കരപ്പണിക്കർ പറഞ്ഞാണ് അറിഞ്ഞത് സാറിന് ഒരു ടൈപ്പിസ്റ്റിന് ആവശ്യമുണ്ടെന്ന്. വേക്കൻസി കഴിക്കാൻ പറ്റിയ സമയം. ആ ജോലി എനിക്ക് കിട്ടിയാൽ മിസ്റ്റർ ശങ്കരപ്പണിക്കർ എന്റെ ചരിത്രമല്ല അങ്ങയോട് പറയും. ആ ശങ്കരപ്പണിക്കരെ വാരി എടുത്തിട്ട് അലക്കണം. എനിക്കൊരു ടൈപ്പിസ്റ്റിന് ആവശ്യമുണ്ട്. നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ അത് നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും സാർ. ശരി. ആ ജോലി കൊടുത്തു. ആ അപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. കറക്റ്റ് രാത്രി 12 മണിക്ക് വന്നാൽ ചെയ്യാൻ പറ്റിയ ജോലി, ടൈപ്പിസ്റ്റ്. എന്തായിരുന്നു ടൈപ്പ് ചെയ്യണത്? നല്ലവണ്ണം ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. താങ്ക് യു സാർ. A few hours later. അല്ല ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞു. ഇല്ല, 1.5 ദിവസമായി വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് കക്കൂസിൽ പോലും പോകാൻ പറ്റിയിട്ടില്ല. ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ കക്കൂസിൽ പോകാൻ. അതിലൂടെ നിർത്താൻ പറയണം. ഞാൻ പോയിട്ട് പറഞ്ഞിട്ട് വേണം നമ്മൾ പെടാൻ. അത് നിർത്തുന്നു വിളിക്കുക. ശരി.